ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അൽ ഹിക്മ ദർസെ ഹദീസിലെ പഠിതാക്കളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം നബവിയുടെ റിയാദുസ് സാലിഹീനിലെ ബാബു ബിറുൽ വാലിദൈനി വസിലത്തുൽ അർഹാം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലും കുടുംബബന്ധം ചേർക്കലും എന്ന് പറയുന്ന അധ്യായത്തിലെ ഒരു ഹദീസാണ് ഇന്ന് നമുക്ക് പഠിക്കുന്നത്. അൻ അനസിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അഹബ്ബ അൻ യബ്സത ലഹു റിസ്ഖുഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫി അസ്രിഹി ഫൽയസിൽ റഹിമഹു. മുത്തഫഖുൻ അലൈഹി. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ, ആര് ഇഷ്ടപ്പെട്ടുവോ, അൻ യുബ്സത ലഹു, അവന് വിശാലത ലഭിക്കുന്നതിന്, ബസത്ത എന്ന് പറഞ്ഞാൽ പരത്തി എന്നാണ്, ഫി റിസ്ഖിഹി, അവന്റെ ആഹാരത്തിൽ അല്ലെങ്കിൽ അവന്റെ ജീവിത വിഭവത്തിൽ, രണ്ടിനും റിസ്ഖ് എന്നാണ് പറയുന്നത്. വയുൻസഅ ലഹു, അവന് വർധനവുണ്ടാകുവാനും, ഫി അസരിഹി, അവന്റെ ശേഷിപ്പിൽ എന്നാണ്, അഥവാ ഉദ്ദേശ്യം അവന്റെ ആയുസ്സിൽ എന്നാണ് അർത്ഥം. ഫൽയസിൽ റഹിമഹു, ഫൽയസിൽ, അപ്പോൾ അവൻ ചേർക്കട്ടെ, റഹിമഹു, അവന്റെ കുടുംബ ബന്ധത്തെ അല്ലെങ്കിൽ രക്തബന്ധത്തെ. കുടുംബബന്ധം ചേർക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഹദീസുകൾ ആണല്ലോ ഈ ബാബിലുള്ളത്. ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അതുപോലെ അൽ ഖാതിഉ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് വലിയ ഫസാദ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ, അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖതഊന മാ അമറല്ലാഹു ബിഹി അൻ യുസല വയുഫ്സിദൂന ഫിൽ അർദ്, അല്ലാഹുവുമായി ചെയ്ത കരാർ ലംഘിക്കുകയും അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ചതിനെ മുറിച്ചു കളയുകയും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുക എന്നാണ് ഫാസിഖുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞ ഡെഫിനിഷൻ. വലിയ ഫസാദാണ് അത് ഉണ്ടാക്കുക. എന്നാൽ അത് ചേർത്താൽ എന്താണ് ഉണ്ടാകുക? അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും. ഒന്ന്, റിസ്ഖിൽ വർധനവുണ്ടാകും. റിസ്ഖിൽ വർധനവുണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താണ്? ദുനിയാവിൽ വർധനവുണ്ടാകുമെന്ന് തന്നെയാണ്. ദുനിയാവിൽ ഗുണമുണ്ടാകും. എങ്ങനെയാണെങ്കിൽ കുടുംബബന്ധം ചേർക്കുകയാണ്. അതെങ്ങനെയാണ് കുടുംബബന്ധം ചേർക്കുകയാണെങ്കിൽ ദുനിയാവിൽ റിസ്ഖിൽ വർധനവുണ്ടാകുക? നമ്മൾ ആലോചിച്ചാൽ തന്നെ അറിയാം. ബന്ധുക്കളും, മനുഷ്യന്റെ പ്രത്യേകത, അവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത ജീവിയാണ്, ജന്തുവാണ്. ബാക്കി ഏത് ജന്തുക്കളും ആണെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കും. പക്ഷെ മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ആ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും അടിത്തറയുള്ള, ഒരിക്കലും അറ്റുപോകാത്ത, സ്വയം നിലനിൽക്കുന്ന, മറ്റ് കാരണങ്ങളൊന്നുമില്ലാതെ നിലനിൽക്കുന്ന ബന്ധമാണ് രക്തബന്ധം, കുടുംബബന്ധം എന്ന് പറയുന്നത്. അത് പരിചയമുണ്ടായത് കൊണ്ടല്ല, അത് തമ്മിൽ സ്നേഹം ഉണ്ടായതുകൊണ്ട് ബന്ധമുണ്ടായതല്ല, ബന്ധമുണ്ടായത് കൊണ്ട് സ്നേഹമുണ്ടായത്. അതിൽ പരസ്പരം സഹായിക്കുവാൻ, നമുക്ക് മറ്റൊരാൾ നമ്മളോട് വല്ലതും ചോദിച്ചാൽ കൊടുക്കാൻ പ്രയാസമാണ്. പക്ഷെ നമ്മളെ തൊട്ടടുത്ത സഹോദരൻ, മക്കള്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ, അവർക്ക് കൊടുക്കാൻ നമുക്ക് സംതൃപ്തിയാണ്. അത് നമ്മുടേത് തന്നെയാണ്, നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണ് എന്നാണല്ലോ കരുതൽ. ഇങ്ങനെ പരസ്പര സഹായത്തിലൂടെ, പരസ്പര ആശ്രയത്തിലൂടെ, പരസ്പരം തുണയാകുന്നതിലൂടെ
ദുനിയാവിൽ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകും. നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഈ പണ്ടൊക്കെ ഒരാൾ ഗൾഫിൽ പോയാൽ പിന്നെ അവൻ്റെ പണി അവൻ്റെ കുടുംബത്തിൽ ഉള്ള എത്ര ആളുകളെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏറെക്കുറെ. കുടുംബത്തിലുള്ള എത്ര ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതാണ് അവൻ്റെ ലക്ഷ്യം. എന്നിട്ട് കിട്ടുന്ന എല്ലാ അവസരങ്ങളും വിസയും ജോലിയും ഒക്കെ കുടുംബക്കാർക്ക്. എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? അള്ളാഹു തആല ഉണ്ടാക്കി വെച്ച ബന്ധം. റഹ്മ് സിലത്തുർ റഹ്മ്, അത് തന്നെ. ഇങ്ങനെ ആ ബന്ധത്തിന്റെ പേരിൽ ദുനിയാവിൽ കിട്ടുന്ന നേട്ടങ്ങൾക്ക് കണക്കില്ല. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വഇൻസഅലഹു ഫി അസരി, പിന്നെ അവനുണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞത് അവന്റെ അസറിൽ വർധനവുണ്ടാകും എന്നാണ്. അഥവാ അവന്റെ ആയുസ്സിൽ വർധനവുണ്ടാകും എന്നാണ്. കുടുംബബന്ധം ചേർക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ആയുസ്സിൽ വർധനവുണ്ടാകുക എന്നതിന് പണ്ഡിതന്മാർ രണ്ട് വിശദീകരണം പറഞ്ഞത് കാണാൻ കഴിയും. അതിലൊന്ന്, ഉള്ള ആയുസ് നല്ല നിലയിൽ ഉപയോഗിക്കുവാൻ അവന് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും. രോഗിയായി കിടക്കുന്നയാളും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും നരകിക്കുന്നയാളും ആയുസ്സുള്ളവൻ തന്നെയാണ്. പക്ഷെ എന്നാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് കവി പറഞ്ഞതുപോലെ വലിയ കഷ്ടപ്പാടിലാണ് അവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് വരെ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്കും കഷ്ടപ്പാടിലേക്കും മനുഷ്യനെത്തും. അതേ സമയത്ത് അങ്ങനെ അല്ലെങ്കിലോ ഉള്ള ആയുസ് മുഴുവൻ ജീവിച്ചു. ഇങ്ങനെയാണ് ഉണ്ടാകുക. അതാണ് അതിൻ്റെ ഒരു വിശദീകരണം. അഥവാ ഉള്ള ആയുസ് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ബർക്കത്തുള്ള ആയുസ്സാക്കി കൊടുക്കും എന്നാണ്. കാരണം അങ്ങനെ വിശദീകരിക്കാൻ കാരണം അല്ലാഹു തആല വലൻ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അവധിയെത്തിയാൽ ആരെയും ചിന്തിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അത് ഇങ്ങനെയാണ്, ഉള്ള ആയുസ് ജീവിക്കുവാനുള്ള അവസരം അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കും എന്നാണ്. രണ്ടാമത്തെ ഒരു വിശദീകരണം, അല്ല, ആയുസിന്റെ ഡേറ്റ് തന്നെ അള്ളാഹ് നീട്ടിക്കൊടുക്കും നന്മകൾ പരിഗണിക്കും. അഥവാ വല യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നിശ്ചയിച്ച അവധി എത്തിയാൽ പിന്നെ പിന്തിക്കുകയില്ല എന്നാണ്. അപ്പൊ നിശ്ചയിച്ച അവധി മാറ്റി നിശ്ചയിക്കുക, നന്മകൾ പരിഗണിച്ചുകൊണ്ട് 10-ാം തീയതി മരിപ്പിക്കാൻ വിചാരിച്ചവന് അടുത്ത മാസം 10-ാം തീയതി ആക്കാൻ അത് അള്ളാഹ്ക്ക് തീരുമാനിക്കാൻ പറ്റും. അള്ളാഹ് നിശ്ചയിച്ച 10-ാം തീയതി എത്തിയാൽ പിന്നെ പിന്തിക്കുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വിശദീകരിച്ചത് കാണാൻ കഴിയും. ഉള്ള ആയുസ് നല്ല നിലയിൽ ജീവിക്കാൻ അവസരം കിട്ടിയാൽ തന്നെ അത് വലിയ ദീർഘായുസ് തന്നെയാണ്. അറബി കഥകളിൽ കാണാം, ഒരു മുസാഫിർ ഒരു നാട്ടിൽ ചെന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രാവലർന്നോ അല്ലെങ്കിൽ ബ്ലോഗർന്നോ ഒക്കെ പറയുന്ന ആള്. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് അവിടുത്തെ കാഴ്ചകളിൽ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയ കാഴ്ച അവിടുത്തെ ഖബറിസ്ഥാനിൽ എല്ലാവരുടെ ഖബറിന്മേലും ഓരോ മീസാങ്കല്ല് കുത്തിവെച്ചിട്ടുണ്ട്. ആ മീസാങ്കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട് അയാൾ ജനിച്ച തീയതി, പിന്നെ ഒരുപാട് കൊല്ലങ്ങൾക്ക് പിന്നെ അയാൾ ചെയ്ത കാര്യങ്ങളുണ്ട്. ഇത്ര നാടുകൾ സഞ്ചരിച്ചു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കോഴ്സ് പാസ്സായി എന്നൊക്കെ പറഞ്ഞതുപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയുണ്ട് ഒരു വരി, അത് ഇത്രാം തീയതി ഇന്നടുത്ത് വെച്ച് മരണപ്പെട്ടു. അതിന്റെ താഴെയുണ്ട് ഒരു വരി, 1.5 ദിവസം ജീവിച്ചു. വേറെ ചിലരുടെ 2 ദിവസം ജീവിച്ചു, വേറെ ചിലരുടെ. അപ്പോൾ ജനിച്ചിട്ട് മരിക്കാൻ 70 കൊല്ലം 60 കൊല്ലമൊക്കെ ആയിരിക്കും, പക്ഷെ ജീവിച്ചത് 2 ദിവസം 1 ദിവസം ഒക്കെ. അപ്പൊ അതില് ഈ സഞ്ചാരി ആ നാട്ടുകാരോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ? അപ്പോൾ അവര് പറഞ്ഞു, യഥാർത്ഥ ആനന്ദത്തോടു കൂടി ജീവിച്ച ദിവസങ്ങളെ മാത്രമേ ഞങ്ങൾ ജീവിതമായിട്ട് പരിഗണിക്കാറുള്ളൂ എന്ന്. വളരെ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി ജീവിച്ചത് മാത്രമേ. അപ്പൊ 70 കൊല്ലം ജീവിച്ച ആള് യഥാർത്ഥ ആനന്ദത്തോടു കൂടി കഴിച്ചു കൂട്ടിയ സമയം എന്ന് പറയുന്നത് 1.5 ദിവസം 2 ദിവസം ഒക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിൽ ഈ സഞ്ചാരി അവരോട് പറഞ്ഞു, പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാനിനി എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ഇത്രാം തീയതി ജനിച്ചതാണ്, ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്ര കാലമായി ഞാൻ ജീവിക്കുന്നുണ്ട്, പിന്നെ എനിക്ക് ഇത്ര വയസ്സായി, പിന്നെ നാടുകൾ സഞ്ചരിച്ചിട്ടുണ്ട്, ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ അയാളുടെ ഒരു ബ്രീഫ് ബയോഗ്രാഫി അയാൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, എൻ്റെ ഖബറിങ്ങനെ എഴുതി വെക്കണം മരിക്കുന്ന ഡേറ്റ്, അതിൻ്റെ അടിയിൽ എഴുതണം ജീവിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ആയുസ് ഉണ്ടായിട്ടില്ല എന്നതുപോലെ ഒരു വിശദീകരണമാണ് ചില പണ്ഡിതന്മാർ ഇവിടെ വൈൻസ ലഹൂഫി
അസരിഹി, അവനവൻ്റെ ആയുസ് അല്ലെങ്കിൽ അവൻ്റെ ശേഷിപ്പ് വർദ്ധിപ്പിച്ചു കൊടുക്കും. വർദ്ധനവ് എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇന്നമൻ നസിയു സിയാദത്തുൻ ഫിൽ കുഫ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ മാസം ഈ മാസം കൂടി യുദ്ധമാറാമായ മാസം തന്നെയാണെന്നോ അല്ലെങ്കിൽ ഇത് യുദ്ധമലാലായ മാസമാണ് എന്നൊക്കെ അറബികൾ തീരുമാനിച്ചതിനാണ് നസീ എന്ന് പറയുക. അതാണിത് വാക്ക്. അങ്ങനെ അള്ളാഹു താല അവന്റെ ആയുസ്സിൽ വർധനവുണ്ടാക്കി കൊടുക്കും. അതിനു വേണ്ടി അവൻ ചെയ്യേണ്ടത് കുടുംബബന്ധം ചേർക്കുകയാണ് എന്നാണ്. അപ്പോൾ മനുഷ്യന്റെ ജീവിതം വളരെ സന്തോഷകരമാകും, വളരെ ആരോഗ്യപരമാകും. അങ്ങനെ അതിൻ്റെ ഒരുപാട് സൈക്കോളജി ഉണ്ട്. നമ്മളൊരാളെ സന്തോഷിപ്പിക്കുമ്പോൾ, നമ്മളൊരാളോട് ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന മനസമാധാനം, അതിൻ്റെ ഫലമായിട്ട് അയാളിൽ ഉണ്ടാകുന്ന ഹോർമോണുകൾ, അതിൻ്റെ ഫലമായി അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭൗതിക ആരോഗ്യപരമായ ഗുണങ്ങൾ, ഇതൊക്കെ വലിയ പഠനങ്ങൾക്ക് വിധേയമായ സംഗതികളാണ്. ചുരുക്കത്തിൽ അതാണ് ഈ കുടുംബബന്ധം ചേർക്കുക എന്ന് പറയും. അതേസമയത്ത് കുടുംബബന്ധം മുറിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ നേർവിപരീതമാണ്. കുടുംബബന്ധം ചേർക്കാതിരിക്കുക എന്ന് പറയുന്നത് എല്ലാം ഇതിന്റെ വിപരീതം സംഭവിക്കുന്നതാണ് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്ക് നന്മ ചെയ്യുക. ദീനുൽ ഇസ്ലാം സദക്കയുടെ വരെ കാര്യത്തിൽ അടുത്ത ബന്ധു അർഹനായിരിക്കെ അവനെ അവഗണിച്ചുകൊണ്ട് അകന്ന ബന്ധുവിന് അല്ലെങ്കിൽ ബന്ധുവല്ലാത്തവന് കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശാപമേൽക്കുക എന്ന കാര്യമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബിർറ് പറഞ്ഞെടുത്ത് അഖ്റബീൻ ആദ്യം പറഞ്ഞത് അതാണ്. അടുത്ത ബന്ധുക്കൾക്ക് ഇങ്ങനെ ബന്ധം വളരെ വലിയ കാര്യമായിട്ട് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒരു വാചകമാണ് ഈ ഹദീസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് തൃപ്തിയുള്ള കാര്യങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുവാൻ, അതിന്റെ എല്ലാ ഖൈറും ബർക്കത്തും ഇഹലോകത്തും പരലോകത്തും വാരിക്കൂട്ടുവാനും നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.